ടു കല്യാണോ പാർട്ട് 4. അങ്ങനെ ഞങ്ങള് മണ്ഡപത്തിലെത്തി. അനന്തപുരി എന്നാണ് കേട്ടോ മണ്ഡപത്തിന്റെ പേര്. അപ്പൊ മാമന്റെ കൂടെ പോയതുകൊണ്ട് തന്നെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഇതാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും ദിവസം കേട്ടോണ്ടിരുന്ന എന്റെ ചേച്ചി. പേര് അഞ്ജന എന്നാണ്. ഞങ്ങളിവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അച്ചുവാണ് ചേച്ചിയുടെ അനിയൻ. എന്തായാലും സന്ധ്യ ആവാറായി. അതുകൊണ്ട് കുറച്ച് പിക്കൊക്കെ എടുക്കാന്ന് പറഞ്ഞ് ഞാനും ഒപ്പും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവ എനിക്കും കുറച്ച് പിക്ക് എടുത്തൊന്നും ഞാൻ അവനും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് കണ്ടിട്ട് അമ്മയെ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറെ സമയം നിന്ന് ഞാനും അമ്മ എന്ന് ചുഞ്ഞും കാണട്ടെ. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ വേറൊരു കസിൻ ആട്ടോ. അവളുടെ പേര് സായി എന്നാണ്. ഇതൊക്കെ എന്റെ വല്യമ്മമാരാണ് കേട്ടോ. ഇവയൊക്കെ പോസ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ എടുക്കാനാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഫുഡാണല്ലോ ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ പോകുന്ന നേരത്താണ് ഒരു ടേബിൾ ഫുൾ ആൾക്കാരെ. അങ്ങനെ ഞാനും ഒപ്പവും ചേച്ചിയൊക്കെ വേറെ ടേബിളിലാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ കണ്ടത് സ്നേഹനിധിയായ എന്റെ അനിയൻ എനിക്ക് വെള്ളം ഒഴിച്ച് തരികയൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. ഇത് എന്റെ മാമനാണ് കേട്ടോ, എന്റെ അമ്മയുടെ മൂത്ത സഹോദരൻ. ഫോണിലുള്ള എന്തോ കാര്യം ചോദിക്കാനായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡെസേർട്ടൊക്കെ കഴിച്ചു. അടുത്തതാണ് മെയിൻ. ഫാമിലിയിൽ ഏതൊരു ഫംഗ്ഷൻ വന്നാലും നമ്മൾ മിസ്സാക്കാത്ത ഒരു പാർട്ടാണ് ഗൈസ് ഫാമിലി. പക്ഷേ ഈ ഫ്രെയിം ഇൻകംപ്ലീറ്റ് ആണ്. ഈ മെമ്പേഴ്സ് ഉണ്ട്. അതിനുശേഷം ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് സൂൺ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഒട്ടുമിക്ക എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാരണം നാളെയാണ് കല്യാണം. അപ്പൊ നേരത്തെ എണീറ്റ് വരണ്ടേ. അതാണ് ബാക്കി കല്യാണ വിശേഷമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.